നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തീരദേശ മേഖലയായ ഇരവിപുരത്ത് കുടിവെള്ളമില്ല. രണ്ടാഴ്ചയായി ജനങ്ങൾ ദുരിതത്തിൽ. 300-ലധികം കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. പമ്പ് സെറ്റിന്റെ തകരാറെന്ന് അധികൃതർ. വിഷുക്കടിയും വിഷു കൈനീട്ടവുമായി സപ്ലൈകോ വിഷു മാർക്കറ്റുകൾ. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചൊവ്വാഴ്ച വരെ വിഷുചന്തകൾ. സപ്ലൈകോയിൽ വിഷുക്കണി, പ്രത്യേക കിറ്റുകൾ. കൊട്ടാരക്കരയിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. 15,000 വോട്ടിന് വിജയിക്കുമെന്ന് LDF, UDF മുന്നണികളുടെ അവകാശവാദം. ജയം ഉറപ്പാണെന്ന് NDA. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. തീരദേശ മേഖലയായ ഇരവിപുരത്ത് കുടിവെള്ളമില്ല. രണ്ടാഴ്ചയായി ജനങ്ങൾ ദുരിതത്തിൽ. 300-ലധികം കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. പമ്പ് സെറ്റിന്റെ തകരാറെന്ന് അധികൃതർ. ആളുകൊണ്ട് ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്നുണ്ട്. 6,000 രൂപയുടെ വെള്ളം വരെ ഞങ്ങൾ എടുത്തു. ഞങ്ങൾക്ക് വെള്ളം വേണ്ട. വെള്ളമില്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലേ. വെള്ളമല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം. ഒന്നാമത് കടപ്പുറവും കരയും ഒന്നും ഇല്ലാതെ കിടക്കുന്നു. ആ കൂട്ടത്തിൽ ഇതും കടം മേടിച്ചു കൊടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. രണ്ടാഴ്ചയായി കുടിവെള്ളമില്ലാത്തതിന്റെ ദുരിതം പേറുകയാണ് ഇരവിപുരം തെക്കുംഭാഗം തീരദേശ മേഖലയിലെ 300ഓളം വരുന്ന കുടുംബങ്ങൾ. പ്രദേശത്തേക്കുള്ള പമ്പ് സെറ്റ് തകരാറിലായതുകൊണ്ടാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ രണ്ടാഴ്ചയായിട്ടും പമ്പ് സെറ്റിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മാസം കൊണ്ടേ വെള്ളമില്ല. മറ്റേത് അവര് ഒന്നരാടം വെച്ചെങ്കിലും വെള്ളം വരുമെന്ന് പറയുന്നെങ്കിലും അവര് വെള്ളം വീട്ടിൽ തരുന്നില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര മാസം കൊണ്ടേ ഞങ്ങൾ ഇടയ്ക്ക് 1,200 രൂപ അടച്ചാണ് വെള്ളം, പ്രൈവറ്റ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ 1,200 അടച്ച് ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല. പിന്നെ ഇതിന്റെ മുമ്പ് ഇങ്ങനെയൊന്നും കടന്നില്ല. റോഡായാലും വെള്ളമായാലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളെ 10,000 രൂപ അടച്ചാണ് വെള്ളം എടുത്തത്. അറിയാവേ, ചുമ്മാ സർജറി അല്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന. എന്താ വെള്ളം വിടാത്ത? കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ 2-3 ദിവസം കൂടുമ്പോൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. വീണ്ടും വെള്ളം എത്തിക്കുന്ന വാഹനം എത്തണമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണം. ഈ സാഹചര്യത്തിൽ വലിയ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. വെള്ളത്തിനായി പ്രദേശവാസികൾ നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ്. വോട്ട് തേടിയെത്തിയവരോടും ജനപ്രതിനിധികളോടുമെല്ലാം നിരവധി തവണ കുടിവെള്ള പ്രശ്നം ഇവർ ചൂണ്ടിക്കാട്ടി. ഉടൻ ശരിയാകും എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ നാളിതുവരെയും ഇവിടേക്ക് കുടിവെള്ളം എത്തിയിട്ടില്ല. വെള്ളമില്ലാഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളം പറ്റി ഇപ്പൊ വെള്ളമില്ല. ആകെപ്പാടെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്താം. ഇന്ന് 5-6 ദിവസമായി കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ അപ്പുറത്തുനിന്നൊക്കെ വെള്ളം മേടിച്ച് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ഒരിടത്ത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ചൂടും പൊടിച്ച് റോട്ടിലെ പൊടിയും തിന്ന് ഓരോരുത്തരും ഒരു പരുവായി. വീട്ടിൽ ഒന്നിനും കിട്ടുന്നില്ല. ഞങ്ങൾ നാടുകോറും നടന്ന് 1 കുടം തരുമോ 2 കുടം തരുമോ എന്ന് കൊള്ളക്കണ്ണുള്ളവരുടെ വീട്ടുകളിൽ ചെന്ന വെള്ളം മേടിക്കുന്നത്. അവര് ചിലപ്പോൾ 2 കുടം തരും, 3 കുടം തരും. അതിന്റെ അപ്പുറത്തോട്ടൊന്നും അവർ തരത്തില്ല. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ വണ്ടി കൊണ്ട് തരും. എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ 2 ആഴ്ച കൂടുതലായിട്ട് ഇവിടെ തീരദേശ മേഖലയിൽ വെള്ളമില്ല. കാരണം അന്വേഷിച്ചപ്പോഴ് കൗൺസിലറിനെ വിളിച്ചപ്പോഴ് വെള്ളം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വെള്ളം വരുന്നില്ല. വാക്കുകൾ മാത്രമേ വന്നോണ്ടിരിക്കുന്നുള്ളൂ വെള്ളം വരുമെന്നുള്ളത്. പിന്നീട് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചപ്പോഴത്തേന് ഇതേടുത്ത പമ്പ് ചീത്തയെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പമ്പ് 2 ആഴ്ച കൂടുതലായിട്ട് ചീത്തയായിട്ടും അത് ശരിയാക്കാനായിട്ട് എന്തുകൊണ്ട് താമസം എടുക്കും എന്നാണ് അറിയിക്കുന്നത്. ഈ ചൂട് സമയത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KIP കനാൽ കരകവിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറി. വള്ളികുന്നം, താമരക്കുളം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. ഇതേസമയം കനത്ത വേനലിൽ വെള്ളമെത്തിയത് പ്രദേശവാസികൾക്ക് അനുഗ്രഹവുമായി.
എൻ്റെ വീടിൻ്റെ കണ്ടൊക്കെ വള്ളികുന്നം കടുവിനാൽ താമരക്കുളം ചത്തിയറ എന്നിവിടങ്ങളിലാണ് KIP കനാൽ കരകവിഞ്ഞത്. ഇതേ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. നേരിയ തോതിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വെള്ളമൊഴുക്കിന്റെ ശക്തി KIP അധികൃതർ കുറച്ചു. ഇതേ തുടർന്നാണ് നീരൊഴുക്കിന് നേരിയ കുറവുണ്ടായത്. ആഴ്ചകളായി പ്രദേശം കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായാണ് KIP കനാൽ തുറന്നുവിട്ടത്. ഇതേസമയം കടുത്ത വേനലിൽ കനാലുകളിലൂടെ വെള്ളമെത്തിയതോടെ കിണറുകളിലും വെള്ളം നിറഞ്ഞു. ഇത് താൽക്കാലികമായെങ്കിലും പ്രദേശവാസികൾക്ക് അനുഗ്രഹമായി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സമ്മിറ്റ് 2026 ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഹൃദയഭാഷണം പരിപാടി സംഘടിപ്പിച്ചു. ഭാവികാല ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്ക് വേറിട്ട രൂപമാതൃകകൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികൾ ഒത്തുചേർന്നാണ് ഭാവി പ്രവർത്തന പരിപാടികൾക്ക് രൂപം നൽകിയത്. ഭാവികാല ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്ക് വേറിട്ട രൂപമാതൃകകൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സമ്മിറ്റ് 2026 ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഹൃദയഭാഷണം പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികൾ KC സെന്ററിലെ ഗ്രാസ് ഹോപ്പർ ഗ്രാൻഡി മസ്കറ്റ് ഹാളിൽ ഒത്തുചേർന്നാണ് ഭാവി പ്രവർത്തന പരിപാടികൾക്ക് രൂപം നൽകിയത്. പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ സാങ്കേതിക സാധ്യതകൾ ഗ്രന്ഥശാലകളിൽ നടപ്പാക്കാനും പുസ്തക വിതരണത്തിലും പ്രവർത്തന പരിപാടികളിലും ഉൾപ്പെടെ ഇത് പ്രയോജനപ്പെടുത്താനും സമ്മിറ്റ് ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി താലൂക്കിലെമ്പാടും നിലവിലെ പ്രവർത്തന വർഷം 1000 മതേതര പൊതു ഇടങ്ങൾ സൃഷ്ടിക്കും. യുവതയും ബാലവേദി കൂട്ടായ്മയും മുതിർന്നവരുടെ സംഗമങ്ങളും ഓരോ ഗ്രന്ഥശാലകളിലും രൂപീകരിക്കും. സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷത്തിന്റെയും ആരംഭത്തിൽ നടക്കുന്ന ഒരു സാധാരണ ഔദ്യോഗിക നടപടിക്രമമാണ്. എന്നാൽ അത്തരമൊരു പരിപാടിയെ അങ്ങേറ്റം സർഗാത്മകമായി അതിലേറെ ഭാവനാസമ്പന്നമായി താലൂക്കിലെ ഗ്രന്ഥശാലകൾക്കും ഗ്രന്ഥശാല പ്രവർത്തകർക്കും അഭിമാനവും ആവേശവും പകരുന്ന തരത്തിൽ എങ്ങനെയാണ് അതിനെ സമന്വയിപ്പിക്കുക എന്ന ഒരു അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ ഭാഗമാണ് കരുനാഗപ്പള്ളി താലൂക്ക് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വിവിധ പരിപാടി. തീർച്ചയായും അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും, ഏറ്റവും ചടുലവും ചലനാത്മകവുമായ ഒരു പ്രവർത്തന പരിപാടി ആവിഷ്കരിച്ച് അത് ഓരോ ഗ്രന്ഥശാലകളെയും സമന്വയിപ്പിച്ച് ഓരോ ഗ്രന്ഥശാലകളെയും സ്പർശിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നതിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ കേരളത്തിൽ മുൻനിരയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ മുഖ്യാതിഥിയായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M സലീം, അഡ്വക്കേറ്റ് സജിനാഥ്, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി, VP ജയപ്രകാശ് മേനോൻ, വിനോദ് കൃഷ്ണ, സുരേഷ് വെട്ടുകാട് തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ തലമുറയെ ഗ്രന്ഥശാലയിൽ സജീവമാക്കുന്നതിനുള്ള ജെൻസി കിഡ്സ് ആൻഡ് ഈസി റീഡ് എന്ന ആശയം ഈ വർഷം എല്ലാ ഗ്രന്ഥശാലകളിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആൻസി ജെയിംസ്, അമീർ ഷാ, ഫാത്തിമ, സൽമാൻ ഔഷാദ് എന്നിവർ പുതിയ തലമുറയുടെ വായനാനുഭവങ്ങൾ പങ്കുവച്ചു. അഡ്വക്കേറ്റ് R ഗൗരി മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി സപ്ലൈകോ വിഷു മാർക്കറ്റുകൾ. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചൊവ്വാഴ്ച വരെ വിഷുചന്തകൾ പ്രവർത്തിക്കും. വിഷുക്കൈനീട്ടം 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റുകളും സപ്ലൈകോ വിഷുവിന് ഒരുക്കിയിട്ടുണ്ട്. വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി സപ്ലൈകോയുടെ വിഷു മാർക്കറ്റുകൾ സജീവമാകുന്നു. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചൊവ്വാഴ്ച വരെ വിഷുചന്തകൾ പ്രവർത്തിക്കും. വിഷുക്കൈനീട്ടം, 16 അവശ്യ സാധനങ്ങളടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് എന്നിവയും സപ്ലൈകോ വിഷുവിന് ഒരുക്കിയിട്ടുണ്ട്. 101 രൂപ വിഷുക്കൈനീട്ടം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോർ, പെട്രോൾ ബങ്ക്, LPG ഔട്ട്ലെറ്റ് എന്നിവ ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വിഷുക്കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പണുമായി 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപ കിഴിവ് ലഭിക്കും. വിഷുക്കണി കിറ്റ് 1250 രൂപയുടെ 16 അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇത് ലഭ്യമാകും. കിറ്റ് 1001 രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത്. പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി,
ശബരി പായസ മിക്സ്, പായസക്കൂട്ട്, മിൽമ നെയ്യ്, ശബരി വെളിച്ചെണ്ണ, ഗോൾഡ് ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ അടങ്ങിയതാണ് കിറ്റ്. ശബരി ഉൽപ്പന്നങ്ങളും വേഗത്തിൽ വിറ്റ് ചെയ്യുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും പ്രത്യേക നിരക്കിൽ വിഷുചന്തകളിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അനുസ്മരണം കൊല്ലത്ത് നടത്തി. മേയർ AK ഹഫീസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാപരിച്ച മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച നേതാവായിരുന്നു ഡോക്ടർ ശൂരനാട് രാജശേഖരൻ എന്ന കൊല്ലം മേയർ AK ഹഫീസ് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ ശൂരനാട് രാജശേഖരന്റെ 1ാമത് ചരമവാർഷിക അനുസ്മരണം കൊല്ലം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം പ്രസ് ക്ലബ്ബ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. നമ്മുടെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നടത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രധാനപ്പെട്ട വിഷയം, വലിയ ജനശ്രദ്ധ ആകർഷിച്ച ധാരാളം ആളുകൾ പങ്കെടുത്ത, വാണി ജയറാം ഉൾപ്പെടെയുള്ള സംഗീത രംഗത്തുള്ള വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ പങ്കെടുക്കുകയും ധാരാളം സിനിമാ നടന്മാരൊക്കെ പങ്കെടുത്ത പരിപാടി. ആ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സമയവും തൊട്ടടുത്ത് താഴെയുള്ള ക്യാൻറ്റീനിലെ, ഇന്ന് ക്യാൻറ്റീനിൽ ചായ, ഇത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി ചായ കുടിക്കുകയും നിരന്തരമായി അവിടെ ഉണ്ടായിരുന്നൊരു ബന്ധമാണ് അദ്ദേഹത്തെ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം, എനിക്ക് തോന്നുന്നു, എല്ലാ മേഖലകളിലും കടന്നുപോയി എന്നുള്ളതാണ്. അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തായാലും പത്രപ്രവർത്തനം നിൽക്കുമ്പോൾ ചുരുങ്ങിയ കാലയളവ് എന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ആ കാലയളവിൽ അദ്ദേഹം ഇതിൻ്റെ പ്രസിഡന്റ് ആകാൻ കഴിയുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്പോർട്സുകാരനായിരുന്നില്ലെങ്കിലും സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആകുന്നു. സഹകരണ രംഗത്ത് അദ്ദേഹം കീഴടക്കാത്ത മേഖലയില്ല. എല്ലാ സ്ഥലത്തും അദ്ദേഹം പോവുകയും എല്ലാ മേഖലയിൽ ചെന്നാലും 1ാമതാകാൻ കഴിയുകയും, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഇവിടെ രാവിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പലരും സൂചിപ്പിച്ചതുപോലെ നിരവധി കുടുംബങ്ങളെ സഹായിക്കാൻ ഒരുപക്ഷെ പല നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ലാത്ത അത്ര വലിയ സേവന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ നിരവധി നേതാക്കന്മാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ നേതാക്കളുടെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പല തരത്തിലുള്ള തൊഴിൽ വാങ്ങിക്കൊടുക്കാനും അവരുടെയൊക്കെ ജീവിതം വളരെ ഭംഗിയാക്കി കൊണ്ടുപോകാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ കുടുംബം രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നതിലൊക്കെ വളരെ കൂടുതൽ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് അദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. SJFK ജില്ലാ പ്രസിഡന്റ് സുധീഷൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D. ജയകൃഷ്ണൻ, SJFK സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, സെക്രട്ടറി LK ശ്രീദേവി, CP രാജശേഖരൻ, അരുൺ ഗണേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചെട്ടികുളങ്ങര കണ്ണമംഗലം തെക്ക് ജോബിൻ വിലയിൽ എലിസബത്ത് ജോയി നിര്യാതയായി. 64 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 വീട്ടുവളപ്പിൽ നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കരുനാഗപ്പള്ളി നേത്ര ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറുമായ താജ് ഗോപാലിന്റെ ഭാര്യ മാതാവാണ് എലിസബത്ത് ജോയ്. കൊട്ടാരക്കരയിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. 15,000 വോട്ടിന് വിജയിക്കുമെന്നാണ് LDF, UDF മുന്നണികളുടെ അവകാശവാദം. ജയം ഉറപ്പാണെന്ന് NDAയും പറയുന്നു. വിജയം അവകാശപ്പെടുമ്പോഴും മുന്നണികളിൽ ആശങ്കയുമുണ്ട്. കൊട്ടാരക്കര നഗരസഭ കുളക്കട, മൈലം, നെടുവത്തൂർ, എഴുകോൺ, കരീപ്ര, വെളിയം, ഉമ്മന്നൂർ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലം. 75.12 പോളിംഗാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഉമ്മന്നൂർ പഞ്ചായത്തിലൊഴികെ എല്ലായിടത്തും KN ബാലഗോപാൽ ലീഡ് നേടുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. വെളിയം, കരീപ്ര പഞ്ചായത്തുകളിൽ ലീഡ് 3000 കടക്കുമെന്നും കണക്കുകൂട്ടുന്നു. എന്നാൽ കൊട്ടാരക്കര നഗരസഭ, മൈലം, ഉമ്മന്നൂർ പഞ്ചായത്തുകളിൽ 8000-ലേറെ ലീഡ് P. ആയിഷ പോറ്റിക്ക് ലഭിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സ്ത്രീ വോട്ടർമാരുടെ ഒഴുക്ക് ഇതിന് തെളിവാണെന്നും UDF നേതൃത്വം പറയുന്നു. നെടുവത്തൂർ, കുളക്കട, മൈലം, കരീപ്ര പഞ്ചായത്തുകളിലെ നിർണായക ശക്തിയാണ് BJP എന്നും R. രശ്മി മുന്നിലെത്തുമെന്നുമാണ് NDA നേതൃത്വത്തിന്റെ അവകാശവാദം. 1,93,272 വോട്ടർമാരാണ് കൊട്ടാരക്കര മണ്ഡലത്തിലുള്ളത്. 1,45,186 വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കുകളിൽ മുന്നണികൾക്ക് ആശങ്കയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ജനവാസ മേഖലയിൽ അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. റോഡരികിലും ജലാശയത്തിലും മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്.
ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ കുഴിക്കാട്, ഇടത്തറ, പാതിരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അറവു മാലിന്യം തള്ളുന്നത്. തെരുവുനായ ശല്യവും ദുർഗന്ധവും പക്ഷികൾ കിണറ്റിലുൾപ്പെടെ മാലിന്യം കൊണ്ടിടുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ റോഡരികുകളിലും ജലാശയങ്ങളിലും തള്ളുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അനധികൃത കശാപ്പുകാരുടെ ഭീഷണിയും ഉണ്ടാകുന്നു. പത്തനാപുരം പഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ നിരന്തരമായിട്ട് ഇങ്ങനെ അറവ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്തിലും അധികൃതർക്കും പരാതി നൽകി കുറച്ചൊക്കെ ശമനം കിട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ വീണ്ടും റോഡിലും തോടിൻ്റെ സൈഡുകളിലും മറ്റ് പുരയിടങ്ങളിലൊക്കെ അറവ് മാലിന്യങ്ങൾ ഇടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ട് ഇതിന് ഒരു അറുതി വരുത്തണമെന്നും, ഇല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിലേക്കും പഞ്ചായത്തിലേക്കും സമരങ്ങൾ പോലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിദേശത്ത് നിന്നുള്ള മകളുടെ ഫോൺ വിളിയിൽ രക്ഷിതാക്കൾ ഉണർന്നതിനാൽ മോഷണ ശ്രമം പരാജയപ്പെട്ടു. പത്തനാപുരം പുതുവലിലാണ് സംഭവം. മൊബൈൽ ഫോണിൽ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിനെ കണ്ടതോടെയാണ് മകൾ രക്ഷിതാക്കളെ വിളിച്ചത്. വീട്ടുകാർ ഉണർന്ന് സമീപവാസികളെ വിളിച്ചു വരുത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. വിദേശത്തു നിന്നും മകളുടെ ഫോൺ വിളി എത്തിയതോടെ വീട്ടുകാർ ഉണർന്നതോടെയാണ് മോഷണ ശ്രമം പരാജയപ്പെട്ടത്. പത്തനാപുരം പുതുവൽ താനൂർ തറയിൽ റോയിയുടെ വീട്ടിലാണ് മോഷ്ടാവെത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. ഞങ്ങൾ ഇന്നലെ ഉറക്കമായിരുന്നു. അപ്പോൾ രാത്രി 12:30-1 മണി ആയപ്പോഴാണ് മോള് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അവൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയപ്പം കണ്ട്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഈ ബാക്കിൽ കള്ളം വന്നേക്കുന്നു, പപ്പായിട്ട് എണ്ണിച്ച് ലൈറ്റ് ഇടാൻ പറയാം. അപ്പോൾ ചോദിച്ചാൽ എണ്ണീച്ച് ലൈറ്റ് ഇട്ടു, ഫുള്ള് ലൈറ്റ് ഇട്ട് ഇരുവശങ്ങളിലും കിടക്കുന്ന വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു. അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. അന്നേരം നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവന് ഈ പായ്ക്ക് കൂടെ നടക്കുന്നതും മതിൽ നനയ്ക്കുന്ന കല്ലിൻ്റെ പുറത്തൂടെ മതിലേ കയറി ഇങ്ങനെ ചാടി അപ്പുറത്തൂടെ പോകുന്നു നമ്മൾ കാണുന്നത്. പിന്നീട് ലൈറ്റ് എല്ലായിടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എങ്ങോട്ട് പോയി എന്തോന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വിദേശത്തുള്ള മകൾ കണ്ടു. മകൾ മാതാപിതാക്കളെ വിവരമറിയിച്ചു. വീട്ടുകാർ ഉണർന്ന് ലൈറ്റ് ഇടുകയും സമീപവാസികളെ ഫോണിൽ വിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി മറയുകയായിരുന്നു. മോഷ്ടാവെത്തിയ വീടിന് സമീപത്ത് മാസങ്ങൾക്ക് മുമ്പ് വൃദ്ധമാതാവും സഹായിയും മാത്രമുള്ള വീട്ടിൽ മാരകായുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് വാതിൽ കുത്തിപ്പൊളിച്ച സംഭവമുണ്ടായി. അന്നും വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതര സംസ്ഥാനക്കാരാണ് മോഷ്ടാക്കളെന്നാണ് സംശയം. അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പുതുവൽ പ്രദേശം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസ് എത്താനും വൈകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന വയോധികന് ഗാന്ധി ഭവൻ അഭയമായി. ശാസ്താംകോട്ട കടപുഴ പെരുവേലിക്കര സ്വദേശി രാധാകൃഷ്ണനെയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. ശാസ്താംകോട്ട കടപുഴ പഴയ ബസ് സ്റ്റാൻഡിന് തെക്ക് പെരുവേലിക്കര വാർഡ് സ്വദേശിയായ രാധാകൃഷ്ണനെയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. വൃദ്ധയായ അമ്മയ്ക്കൊപ്പമാണ് ഇദ്ദേഹം കഴിഞ്ഞു വന്നത്. 2 വർഷം മുമ്പ് അമ്മ മരിച്ചു. സ്ട്രോക്ക് വന്ന് ഓർമ്മക്കുറവ് സംഭവിച്ചതിനെ തുടർന്ന് പല ആശുപത്രികളിലായി രാധാകൃഷ്ണന് ചികിത്സയും നൽകി. എന്നാൽ പൂർവ്വസ്ഥിതിയിലെത്തിയില്ല. അമ്മയുടെ മരണശേഷം ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് തകർന്നു വീഴാറായ വീട്ടിൽ കഴിയുകയായിരുന്നു രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഗാന്ധി ഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയാണ് രാധാകൃഷ്ണനെ ഏറ്റെടുത്തത്. കല്ലട ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണികണ്ഠൻ, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, വലിയ വിളയിൽ തസ്ലീം, നെറ്റിയാട്ട് പൗരസമിതി പ്രസിഡന്റ് റാഫി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു രാധാകൃഷ്ണനെ ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ പത്തനാപുരം ഗാന്ധി ഭവന് ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഖകൻ കൊല്ലം ബ്യൂറോ സനൽ ഡി പ്രേമും അതുപോലെ തന്നെ വാർഡ് മെമ്പർ മണികണ്ഠൻ ഉൾപ്പെടെ ഗാന്ധി ഭവന് തരികയുണ്ടായി. ഗാന്ധി ഭവനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, എടുക്കാൻ സ്ഥലമില്ല. ഈ രാധാകൃഷ്ണൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അദ്ദേഹം ഒറ്റപ്പെട്ട് ഈ വീട്ടിലാണ് താമസം. നടക്കില്ല, മാനസികമായി തകർന്നു. ഒരു സഹോദരനും ബന്ധുമിത്രാദികളുമൊക്കെ വന്ന് ഭക്ഷണം കൊടുത്തു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. ഇത് ഗാന്ധി ഭവൻ്റെ ശ്രദ്ധയിൽ വന്ന് ബഹുമാന്യനായ സെക്രട്ടറി
പുനലൂർ സോമരാജൻ അവറുകൾ മെനഞ്ഞാന്ന് ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഷംന റാഫി എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ നെറ്റ്യാട്ട് റാഫി, കൂടാതെ എൻ്റെ സഹപ്രവർത്തകർ, ബാക്കിയുള്ള ഈ പ്രദേശവാസികൾ, മണികണ്ഠൻ ഉൾപ്പെടെ ഇന്ന് ഇദ്ദേഹത്തെ ഞങ്ങൾ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. തീരദേശ മേഖലയായ ഇരവിപുരത്ത് കുടിവെള്ളമില്ല. 2 ആഴ്ചയായി ജനങ്ങൾ ദുരിതത്തിൽ. 300-ലധികം കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. പമ്പ് സെറ്റിന്റെ തകരാറെന്ന് അധികൃതർ. വിഷുക്കടിയും വിഷു കൈനീട്ടവുമായി സപ്ലൈകോ വിഷു മാർക്കറ്റുകൾ. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചൊവ്വാഴ്ച വരെ വിഷുചന്തകൾ. സപ്ലൈകോയിൽ വിഷുക്കണി, പ്രത്യേക കിറ്റുകൾ. കൊട്ടാരക്കരയിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. 15,000 വോട്ടിന് വിജയിക്കുമെന്ന് LDF, UDF മുന്നണികളുടെ അവകാശവാദം. ജയം ഉറപ്പാണെന്ന് NDA. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.